നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിശ്രുത വരനെ കാമുകനും വധുവും കൂടി അതിക്രൂരമായി കൊക്കയിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രാജ്യത്തെ മുഴുവൻ നടുക്കിയ ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയാണ്. കാരണം തുടക്കം മുതൽ തന്നെ ചില സംശയങ്ങൾ ഈ പറയുന്ന യുവാവിൻ്റെ വീട്ടുകാർ ഉന്നയിച്ചതും തെളിവുകളും ഈ പറയുന്ന വധുവിനെയും കാമുകിനെയും വളരെ വേഗത്തിൽ തന്നെ കുടുക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഈ പെൺകുട്ടിയുടെ അമ്മ തന്നെ അവളെ തൂക്കിക്കൊല്ലണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞാൽ തൻ്റെ മകളെ തൂക്കിക്കൊല്ലൂ എന്നാണ് കാമുകരൊപ്പം ചേർന്ന് പ്രതിശ്രുത വരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സിയ ഗോയലിൻ്റെ അമ്മ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. പ്രതിശ്രുത വരൻ കേതൻ അഗർവാളിനെ കാമുകൻ ചേതൻ ചൗധരിക്കൊപ്പം ചേർന്നാണ് മഹാരാഷ്ട്രയിലെ ലോഹഗഡ് കോട്ടയിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസ് രാജ്യത്തെ മുഴുവൻ നടുക്കിയത്. അവൾ കുറ്റക്കാരിയാണെങ്കിൽ അവൾക്ക് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ കിട്ടണം. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ തൂക്കിക്കൊല്ലൂ. ഒരമ്മയാണ് ഇത് പറയുന്നത് എന്നാണ് സിയയുടെ മാതാവ് പറഞ്ഞിട്ടുള്ളത്. തെറ്റ് ചെയ്തത് ആരായാലും അവരെ തൂക്കിക്കൊല്ലണമെന്നും സിയയുടെ പിതാവ് പ്രവീൺ ഗോയലും പ്രതികരിച്ചു. മകൾ കൊലപാതക കേസിൽ അറസ്റ്റിലായതോടെ ഹൃദയാഘാതമുണ്ടായ പ്രവീൺ ഗോയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വിവാഹത്തിന് സിയ ഒരിക്കലും വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നില്ലെന്നും എപ്പോഴും കേതനോട് സന്തോഷത്തോടെയാണ് സംസാരിച്ചിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസ് ചോദ്യം ചെയ്യലിൽ കൃത്യമായി തന്നെ രണ്ടുപേരും കൊലപ്പെടുത്തിയതിൻ്റെ ഗൂഢാലോചനയുടെ എല്ലാ വിവരങ്ങളും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ കാമുകനും കൂടെ നടത്തുന്നത്. തനിക്ക് സിയയുമായി ഒളിച്ചോടാനായിരുന്നു താല്പര്യമെന്നും എന്നാൽ കേതനെ കൊലപ്പെടുത്താനുള്ള പദ്ധതി നിർബന്ധപൂർവ്വം മുന്നോട്ട് വെച്ചത് സിയയാണെന്നുമാണ് ചേതൻ അവകാശപ്പെടുന്നത്. എന്നാൽ സിയ ഇതിനെ പൂർണ്ണമായി നിഷേധിക്കുകയും കേതനെ കൊല്ലുക എന്നത് ചേതന്റെ മാത്രം ആശയമായിരുന്നു എന്നാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ജൂൺ 14 കേതനെ വധിക്കാനായി നടത്തിയ ആദ്യ ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് ചേതൻ തന്റെ മുന്നിലിരുന്ന് കരഞ്ഞിരുന്നുവെന്നും സിയ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനായിട്ടാണ് പ്രതികൾ രണ്ടുപേരും നടത്തുന്ന പ്രതിരോധ തന്ത്രങ്ങളാണ് ഈ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ എന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. പ്രതികൾ രണ്ടുപേർക്കും കേതനെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയിൽ കൃത്യമായ പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇരുവരും മെയ് 31 ജൂൺ 4 ഇടയിൽ പുനെയിലെ ഒരു കഫേയിൽ വെച്ച് രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും ഈ കൂടിക്കാഴ്ച കൊലപാതകത്തിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നോ എന്ന് അന്വേഷിക്കുകയാണെന്ന് പോലീസ് വിശദമാക്കിയിട്ടുള്ളത്. ജനുവരി മുതൽ ജൂൺ 18 2000-ലേറെ തവണയാണ് സിയും ചേതനും ഫോണിലൂടെ സംസാരിച്ചിട്ടുള്ളത്. 238 മണിക്കൂറാണ് ഇവർ സംസാരിച്ചിട്ടുള്ളതെന്നാണ് കോൾ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ളതെന്നാണ് പോലീസ് വിശദമാക്കുന്നത്. അമേരിക്കയിലെ ബോസ്റ്റണിൽ നിന്നും ഉപരിപഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയതായിരുന്നു കേതൻ. കേതന്റെ കുടുംബവും സിയയുടെ കുടുംബവും 1990-കൾ മുതൽക്കേ പരസ്പരം അറിയുന്നവരായിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ ഗുൽബർഗയിൽ വെച്ച് നടന്ന ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് ഇരുവരും കണ്ടുമുട്ടുന്നത്. തുടർന്ന് കുടുംബാംഗങ്ങൾ ആലോചിക്കുകയും ഫെബ്രുവരി 19 ഇവരുടെ വിവാഹ നിശ്ചയം വളരെ പെട്ടെന്ന് തന്നെ നടത്തുകയും ചെയ്തു. എന്നാൽ സിയ നേരത്തെ തന്നെ ചേതനുമായി പ്രണയത്തിലായിരുന്നതിനാലും കേതനെ വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്നതിനാലും ഈ ബന്ധം ഒഴിവാക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ഇത് കൊലപാതകത്തിൽ കലാശിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3300 അടി ഉയരത്തിലാണ് ലോഹഗഡ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. സിയയ്ക്കും ചേതനുമെതിരെ കൊലപാതകം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഈ വർഷം ഫെബ്രുവരിയിലാണ് വിവാഹം ഉറപ്പിച്ചത്. പ്രമുഖ നിർമ്മാണ വ്യവസായി വിശാൽ അഗർവാളിന്റെ മകനാണ് കേതൻ. നവംബറിൽ രാജസ്ഥാനിലെ ഉദയപൂരിൽ വെച്ച് വിവാഹം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ജയ്പൂരിലെ ഒരു കൊട്ടാരം 17 കോടി രൂപയ്ക്ക് കുടുംബം ബുക്ക് ചെയ്തിരുന്നതായും അതിഥികളെ എത്തിക്കാൻ 2 സ്വകാര്യ വിമാനങ്ങൾ ഏർപ്പാട് ചെയ്തിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു. എന്നാൽ ചേതനുമായി പ്രണയത്തിൽ സിയ ഇതോടെ ഇരുവരും ചേർന്നാണ് കേതനെ കൊലപ്പെടുത്താൻ പദ്ധതി ഇടുകയായിരുന്നു. കേതന്റെ കൊലപാതകം തെളിയിക്കാൻ പോലീസിനെ സഹായിച്ച പ്രധാന ഘടകം ചേതൻ ധരിച്ചിരുന്ന ഹൂഡിയാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടെ കേതനും സിയയ്ക്കും പിന്നാലെ ഹൂഡി ധരിച്ച് നടന്നു പോകുന്നയാൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മുഖം മറയ്ക്കുന്ന രീതിയിൽ ഹൂഡി ധരിച്ചിരുന്ന ഇയാൾ അതിനു മുകളിൽ ഹെഡ്സെറ്റും വെച്ചിരുന്നു. സിയ ഇടയ്ക്ക് ഇയാളെ തിരിഞ്ഞു നോക്കുന്നതും CCTVയിൽ വ്യക്തമായി. 33 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള
തിരക്കുള്ള സമയത്ത് ഹൂഡ് ധരിച്ചു പോകുന്നയാളിൽ പോലീസിന് തോന്നിയ സംശയമാണ് ചേതനിലേക്കും പിന്നീട് കേതന്റെ കൊലപാതകം തെളിയിക്കുന്നതിലേക്കും എത്തിയത്. പ്രതിശ്രുത വരനായ യുവാവിനെ താഴ്ചയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ പ്രതിശ്രുത വധു സിയ ഗോയലിനെയും കാമുകൻ ചേതൻ ചൗധരിയെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു വരികയാണ്. ഇരുവരെയും ഒന്നിച്ചിരുത്തിയും ഒറ്റയ്ക്കിരുത്തിയൊക്കെ തന്നെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കേതൻ അഗർവാളിനെ കൊലപ്പെടുത്താനുണ്ടായ സാഹചര്യം, കൊലപ്പെടുത്തിയ രീതി, പ്രതികളുടെ പശ്ചാത്തലം എന്നിവ പരിശോധിക്കുകയാണ് പോലീസ്. കസ്റ്റഡിയിലുള്ള പ്രതികളെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെ ഇരുവരെയും ചോദ്യം ചെയ്തതായി പോലീസ് പറഞ്ഞു. ചേതനുമായി 1 വർഷത്തെ ബന്ധമാണ് സിയയ്ക്കുണ്ടായിരുന്നതെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ നവംബർ മുതലാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം ആരംഭിച്ചത്. സിയ നടത്തുന്ന ബേക്കറിയിലേക്കുള്ള വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത് ചേതന്റെ കമ്പനിയാണ്. അങ്ങനെയാണ് ഇരുവരും തമ്മിലുള്ള പരിചയം ആരംഭിക്കുന്നത്. ഇതേ സമയത്തായിരുന്നു കേതനുമായുള്ള വിവാഹ നിശ്ചയത്തിലുള്ള ഒരുക്കങ്ങളും 2 കുടുംബങ്ങളും തമ്മിൽ ആരംഭിക്കുന്നത്. എന്നാൽ കേതനുമായുള്ള വിവാഹാലോചന ഇവരുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുമെന്ന് ഭയപ്പെട്ടതിനെ തുടർന്നാണ് കേതനെ കൊലപ്പെടുത്താനുള്ള പദ്ധതി ഇരുവരും ചേർന്ന് ആവിഷ്കരിച്ചതെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് പറഞ്ഞു. കൊലപാതക കേസുമായി ബന്ധമുള്ള ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചേതന്റെ കടയിൽ ജോലി ചെയ്തിരുന്ന നീരജ് കുമാർ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകം നടന്ന ദിവസം ചേതൻ നീരജിന്റെ ഫോണാണ് ഉപയോഗിച്ചത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. സിയയുമായി ഈ ഫോണിലാണ് ചേതൻ സംസാരിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. ജൂൺ 18-നാണ് മഹാരാഷ്ട്രയിലെ പ്രമുഖ വ്യവസായിയുടെ മകനും റിയൽ എസ്റ്റേറ്റ് വ്യവസായിയുമായ കേതൻ വിശാൽ അഗർവാൾ കൊല്ലപ്പെടുന്നത്. ലോഹഗഡ് ഫോർട്ടിൽ വെച്ച് പ്രതിശ്രുത വധുവായ സിയും കാമുകൻ ചേതൻ ചൗധരിയും ചേർന്ന് കേതനെ താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. അപകട മരണമാണെന്ന് കരുതിയിരുന്ന സംഭവം കൊലപാതകമാണെന്ന് പിന്നീട് തെളിഞ്ഞു. ജൂൺ 14-നും സമാനമായ രീതിയിൽ കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നിരുന്നുവെന്നും സിയ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. നവംബറിലാണ് കേതന്റെയും സിയയുടെയും വിവാഹം നടക്കാനിരിക്കെ ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിന് മുമ്പായി കേതനെ കൊലപ്പെടുത്താനും സിയ ശ്രമിച്ചിരുന്നു. മെയ് 31-നായിരുന്നു ആദ്യ ശ്രമം. അന്നും ഇതേ കോട്ടയ്ക്ക് മുകളിൽ നിന്ന് കേതനെ തള്ളിയിടാൻ ശ്രമിച്ചെങ്കിലും വള്ളിച്ചെടിയിൽ പിടിച്ച് യുവാവ് രക്ഷപ്പെടുകയായിരുന്നു. പെട്ടെന്ന് പാമ്പിനെ കണ്ടപ്പോൾ ഭയന്ന് സംഭവിച്ചതാണെന്നായിരുന്നു തള്ളാനുണ്ടായ കാരണമായി സിയ കേതനോട് വിശദമാക്കിയത്. കേതൻ അത് വിശ്വസിക്കുകയും ചെയ്തു. ജൂൺ 4-ന് കേതനെ വീണ്ടും കോട്ടയിൽ എത്തിക്കാൻ സിയ ശ്രമിച്ചെങ്കിലും കേതന്റെ അമ്മ വീണ്ടും അപകടമുണ്ടായ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കാതെ വരികയായിരുന്നു. ജൂൺ 14-ന് സിയ കേതനുമായി കോട്ടയിൽ എത്തിയെങ്കിലും അന്ന് കോട്ട കാണാനെത്തിയവരുടെ തിരക്ക് മൂലം കൊലപാതക ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനിടയിൽ ബാലിയിൽ വെച്ചുള്ള പ്രീ വെഡിങ് ഷൂട്ട് സിയ മുടക്കിയിരുന്നു. സിയ, സഹോദരൻ കേതനും സഹോദരിയുമായിരുന്നു ബാലിയിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ വിമാനത്താവളത്തിലെത്തിയപ്പോൾ കേതന്റെ പാസ്പോർട്ട് കാണാതെ വന്നതോടെ യാത്ര മുടങ്ങിയിരുന്നു. ബാലി യാത്ര ചേതൻ എതിർത്തിരുന്നതിനാൽ സിയ കേതന്റെ പാസ്പോർട്ട് മോളിലെ ശുചിമുറിയിൽ കീറിക്കളഞ്ഞതായും പോലീസിനോട് യുവതി മൊഴി നൽകിയിട്ടുണ്ട്. അതായത് പലതവണയായിട്ട് ഇത്തരത്തിൽ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി ഏറ്റവും ഒടുവിൽ ജൂൺ 18-നാണ് കൊലപാതകം കൃത്യമായി പദ്ധതി ചെയ്തതുപോലെ നടപ്പിലാക്കിയത്. ഏതായാലും ഇപ്പോൾ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ചുമത്തി രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്.